Intercession for India. Intercession for India. നീ ഇതുവരെ വീട്ടിൽ പോയില്ലേ? പറ്റുന്നില്ല അച്ഛാ. അപ്പനില്ലാത്ത വീട്ടിലോട്ട് അവസാനമായിട്ടൊന്ന് കാണാൻ പോലും പറ്റിയില്ലല്ലോ. അല്ല, അച്ഛൻ എപ്പോഴാ തരുന്നു വന്നേ? ഞാനിപ്പോ എത്തിയുള്ളൂ. എനിക്ക് മനസ്സിലാവും നിന്റെ സങ്കടം. കാരണം എന്താണെന്നറിയോ, എനിക്കും ഉണ്ടായിരുന്നടാ ഒരപ്പൻ. അപ്പൻ്റെയും അമ്മേൻ്റെയും ഏക മകനായിരുന്നു ഞാൻ. നിനക്കറിയോ എൻ്റെ അമ്മ അനുഭവിച്ചു തീർത്ത വേദന ഭൂമി മറ്റാരും അനുഭവിച്ചിട്ടുണ്ടാവില്ല. അവിടെയൊക്കെ എൻ്റെ അമ്മയുടെ വലിയ കരുത്തായിരുന്നു എൻ്റെ അപ്പൻ. ശരിക്കും പറഞ്ഞ എൻ്റെ അമ്മയുടെ കാവൽക്കാരൻ. ജീവനായിരുന്നു എന്നെ എൻ്റെ അപ്പന്. പക്ഷെ എന്നെ അമ്മയെ തനിച്ചാക്കി അപ്പൻ നേരത്തെ പോയി. അപ്പനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം ഒരിക്കൽ പോലും ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ അപ്പൻ അനുഭവിച്ചു തീർത്ത കഷ്ടപ്പാടിൻ്റെയും സങ്കടങ്ങളുടെയും കണക്ക്. ശരി അച്ഛാ, ജീവിതത്തിന്റെ കണക്കുകളൊക്കെ ആരും അറിയാതെ അങ്ങ് ശരിയാക്കാൻ അപ്പനെ കൊണ്ടേ പറ്റൂ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നില്ലേ അപ്പൻ? കുടുംബത്തെ പൊന്നുപോലെ നോക്കുന്ന അപ്പന്മാർക്ക് യോസേപ്പിതാവിന്റെ മുഖമല്ലേ? അച്ഛനറിയോ, എൻ്റെ അപ്പന് ഭയങ്കര ഇഷ്ടമായിരുന്നു യോസേപ്പിതാവിനെ. എങ്ങോട്ടെങ്കിലുമൊക്കെ യാത്ര പോകാൻ തുടങ്ങുമ്പോൾ യോസേപ്പിതാവിനോട് പ്രാർത്ഥിച്ചിട്ടിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പം പറയും. യാത്രയിലെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഒക്കെ യോസേപ്പിതാവിനോളം അറിയാവുന്ന വേറെ ആരുമില്ലെന്ന് പറയും. പെൺകുട്ടികൾ പിച്ച് ചീന്തുന്ന വാർത്തകളൊക്കെ കാണുകയും വായിക്കുകയും ചെയ്യുന്ന ദിവസം അപ്പൻ എന്നെ അടുത്ത് വിളിച്ചിരുത്തി പറയും, നീ കാണുന്ന ഓരോ പെൺകുട്ടിയെയും യോസേപ്പിതാവിൻ്റെ കണ്ണിലൂടെ കാണണമെന്ന്. പഠനമൊക്കെ കഴിഞ്ഞ് ജോലിയും കൂലിയില്ലാതെ തേരാപാര നടക്കുമ്പോൾ അപ്പൻ എനിക്ക് കാണിച്ചു തന്ന യോസേപ്പിതാവിനെ തന്നെയാണ്. ഇന്ന് എനിക്ക് നല്ലൊരു ജോലിയുണ്ടച്ചാ. യോസേപ്പിതാവിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അപ്പം കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലാണ്. അപ്പം മരിക്കുമ്പോൾ ഞാനുണ്ടായിരുന്നടുത്ത്. നിന്നോട് പറയാന്ന് പറഞ്ഞിട്ട് ബാക്കി വെച്ചിട്ട് പോയ കാര്യം അപ്പൻ എന്നെ ഏൽപ്പിച്ചത്. അത് പറയാനാ ഞാനിപ്പോൾ വന്നത്. എൻ്റെ അപ്പൻ എനിക്ക് അന്ന് ഏറ്റവും വലിയ സമ്മാനമായി തച്ചു. പലപ്പോഴും എൻ്റെ അപ്പൻ എന്തൊക്കെയോ എഴുതി ഈ രൂപത്തിനടിയിൽ കൊണ്ടേ വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്നോ എന്തിനാണെന്നോ എനിക്കറിയില്ലായിരുന്നു. അത് പറയുന്നതിന് മുന്നേ എന്താ ഇത്? അത് പറയാനല്ലേ ഞാനിപ്പോൾ വന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിലേക്ക് തീ പോലെ പെയ്തിറങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനിങ്ങനെ ഉറങ്ങാൻ കഴിഞ്ഞെന്ന് നിനക്കറിയോ? ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കാവൽ നിന്നുകൊണ്ടാ. സ്വപ്നത്തിലായിരുന്നില്ലേ ദൈവിക പദ്ധതികൾ യോസേപ്പിതാവിന് വെളിപ്പെടുത്തി കിട്ടിയെന്ന് നിനക്കറിയാലോ. നിന്റെ പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സ്വപ്നമാണെങ്കിൽ ഉണ്ടല്ലോ, ആ സ്വപ്നങ്ങൾക്ക് യോസേപ്പിതാവ് കാവലായി ഉണ്ടാവും. ഈ അറിവും വിശ്വാസവും ആരിൽ നിന്നോ നിന്റെ അപ്പന് കിട്ടിയിട്ടുണ്ട്. അപ്പൻ അതങ്ങ് കണ്ണടച്ച് വിശ്വസിച്ചു. അത് സംഭവിക്കുകയും ചെയ്തു. നീ ഇതറിയണം. അപ്പൻ്റെ ആഗ്രഹം ഇത്. നമ്മുടെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഇതേപോലെ എഴുതി വെച്ച യോസേപ്പിതാവ് സാധിച്ചു തരുമോ അച്ഛാ? മകനെ ജീവനേക്കാളേറെ സ്നേഹിച്ചൊരപ്പൻ്റെ അപേക്ഷ മകന് തള്ളിക്കളയാനാവൂടാ. അപ്പൻ്റെ അമ്മേൻ്റെയും ഏക മകനായിരുന്നു ഞാൻ. ശരിക്കും പറഞ്ഞ എൻ്റെ അമ്മയുടെയും കാവൽക്കാരൻ. കർത്താവേ, അപ്പൊ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും നിന്റെ അപ്പനായിരുന്നല്ലേ യോസേപ്പിതാവ്? ഇപ്പൊ എൻ്റെ